ഓക്കെ ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. ഓക്കെ ഓക്കെ. നമ്മള് ഒരു 2 ആഴ്ചയിലെ ക്ലാസ് നമുക്ക് വർക്കൗട്ട് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ചെറിയൊരു യാത്ര പോകേണ്ടി വന്നതിനാൽ എനിക്ക് വർക്കൗട്ടിൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. ആ സമയത്ത് നമ്മൾ യോഗ തന്നിട്ടുണ്ടായിരുന്നു, കുറെ ആളുകൾക്ക് അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വർക്കൗട്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു വന്ന പല ആളുകളുണ്ടായിരുന്നു. ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ മുന്നേയുള്ള ആളുകൾ ഉണ്ടോ നിലവിൽ? എല്ലാവരും പുതുതായി ജോയിൻ ചെയ്തവരാണോ? നമ്മുടെ ഡയറ്റിൽ പുതുതായി ജോയിൻ ചെയ്ത ആളുകൾ മാത്രമാണോ ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്? ഓക്കെ ഓക്കെ, പുതിയ ആളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത ആളുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സ് നമ്മുടെ നാഷി ഫിറോ എന്നുള്ളവരെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ ഓക്കെ, ഹലോ. അപ്പൊ ഓക്കെ ഓക്കെ, ഹലോ, ഞാൻ പറഞ്ഞു. അല്ല, കേൾക്കും, ഇനി കേൾക്കും. അപ്പൊ ഞാൻ പറയുന്ന സമയത്ത് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നിങ്ങൾ ഡയറ്റ് ജോയിൻ ചെയ്ത ആളുകളാണ്, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ്. അപ്പൊ നിങ്ങൾക്കൊരു വർക്കൗട്ടിന്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടാവും നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സ്. അപ്പോ അതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ നമ്മുടെ ഹെഡ് നെക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ ഒരുവിധം ആളുകൾക്ക്, പ്രയാസമുള്ള ആളുകൾക്ക്, ബാലൻസിങ്ങിന്റെ പ്രശ്നമുള്ള ആളുകൾ, അല്ലെങ്കിൽ കഴുത്തിന്റെ പുറകിൽ വേദനയുള്ള ആളുകൾ, നെക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ വർക്കൗട്ട് അവോയ്ഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അല്ലാത്ത നോർമലി കുഴപ്പങ്ങളൊന്നുമില്ല, ബാലൻസിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മുടെ ഹെഡ് റൊട്ടേഷൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അത് ഓക്കെ ഉള്ള ആളുകളാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലാത്ത ആളുകൾ ആ വർക്കൗട്ട് കുറച്ച് നമ്മൾ സ്റ്റാമിന ഒക്കെ സെറ്റായി വരുന്നത് വരെ ആ വർക്കൗട്ട് അവോയ്ഡ് ചെയ്യലാണ് നല്ലത്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും, നമ്മൾ രാവിലെ ആണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരവും ഏതെങ്കിലും ഒരു സമയം നമ്മുടെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ സമയം കണ്ടെത്തുക. എന്നിട്ട് ചെറിയ രീതിയിലുള്ള വർക്കൗട്ടുകളൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ടത്. വലിയ രീതിയിലുള്ളതെല്ലാം ചെയ്യേണ്ടതില്ല. കുറെ ആളുകൾ ജിമ്മിനൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഇതുപോലെയുള്ള എക്സർസൈസുകൾ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആയിട്ട് ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന പല ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടല്ല പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഹെഡിന്റെ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ റൊട്ടേഷൻ ചെയ്തിട്ടാണ്. അപ്പൊ ആദ്യം വലത് കൈ ഇതുപോലെ മുൻഭാഗത്തേക്ക് വളരെ സാവകാശം, വേഗത്തിൽ ചെയ്യേണ്ടതില്ല, വളരെ സാവകാശം ഇതുപോലെ വലത് കൈ റൊട്ടേഷൻ ചെയ്യാം. മുൻഭാഗത്തേക്ക് ഇതുപോലെ ഒരു 15 അല്ലെങ്കിൽ 20 തവണ റൊട്ടേഷൻ ചെയ്യാം. ഞാനിവിടെ പറയുന്ന അത്രയും തവണ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, രാവിലെ ആണെങ്കിൽ അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുന്ന സമയത്ത് ഒരു കൗണ്ട് വെച്ചിട്ട് വലത് കൈ എത്ര തവണ ചെയ്യുന്നു അതുപോലെ തന്നെ ഇടത് കൈയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു 15 തവണയോ അല്ലെങ്കിൽ 20 തവണയോ ചെയ്യാം. അപ്പൊ മുൻഭാഗത്തേക്ക് ഇതുപോലെ ഒരു 15 അല്ലെങ്കിൽ 20 തവണ ചെയ്തതിന് ശേഷം അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ചെയ്യാം. ഞാൻ പറയുന്നത് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ മുൻഭാഗത്തേക്ക് എത്ര തവണയാണോ ചെയ്തത് അത്രയും തവണ പുറകുവശത്തേക്കും നമ്മുടെ വലത് കൈ മാത്രം ഇതുപോലെ ചെയ്യാം. അതിനുശേഷം ഇടതു കൈ ഇതുപോലെ. വീഡിയോ കാണുന്നില്ല? ഇല്ല, വീഡിയോ കാണുന്നില്ല. കാണുന്നുണ്ട്. വീഡിയോ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇപ്പൊ ഓക്കെയാണ്. അപ്പൊ നമ്മുടെ വലത് കൈ എത്രയാണോ നമ്മൾ ചെയ്തത് അതുപോലെ അത്രയും തവണ ഇടത് കൈ
മുൻഭാഗപോലെ ഒരു 15 അല്ലെങ്കിൽ ഒരു 20 തവണ ഇതുപോലെ മുൻഭാഗത്തേക്ക് കറക്കുക. ചെയ്യുന്ന സമയത്ത് സാവകാശം സമയം എടുത്ത് ചെയ്താൽ മതി. വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആളുകളാണെങ്കിൽ ഇഞ്ചറി വരാനും പിറ്റേ ദിവസം നമുക്ക് അത് കൂടുതൽ പെയിൻ ഒക്കെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാവകാശം ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ അതുപോലെ മുൻഭാഗത്തേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സൈഡിലേക്കും ഇതുപോലെ ഇടത് കൈ മാത്രം ഇതുപോലെ റൊട്ടേഷൻ ചെയ്യാം. നമ്മൾ അൻവർ അൻവർ എന്ന അക്കൗണ്ടിലുള്ളവരെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് തളർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ഒക്കെ റെസ്റ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് കടന്നാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഇതുപോലെ 2 കൈയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം ഇനി ഒരുപോലെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. ഇതുപോലെ മുൻഭാഗത്തേക്ക് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 തവണ ഇതുപോലെ മുൻഭാഗത്തേക്ക് ഇതുപോലെ കൈ റൊട്ടേഷൻ ചെയ്യാം. അതിനുശേഷം ബാക്ക് സൈഡിലേക്കും ഇതുപോലെ ചെയ്യാം. ഓക്കെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലെ മാക്സിമം നമ്മളെ കൈ മുകളിലേക്ക് ഇതുപോലെ ഉയർത്തുക, സ്ലോലി താഴ്ത്തുക. ഓക്കെ. ഇതുപോലെ ഒരു 10 തവണ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇതുപോലെ ഷോൾഡറിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഓക്കെ. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന വാമപ്പുകളാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പാർട്സിന് വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ. അപ്പൊ ഇതുപോലെ ഒരു 15 10 തവണക്ക് മുൻഭാഗത്തേക്ക് റൊട്ടേഷൻ ചെയ്ത് അതുപോലെ ബാക്ക് സൈഡിലേക്ക്. ഓക്കെ. ഇനി നമ്മൾ കൈ ഇതുപോലെ ഇങ്ങനെ ഒരു 15 തവണ ചെയ്യാം. ഓക്കെ. ഇങ്ങനെ ചെയ്ത് ഓരോ വർക്കൗട്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള സ്റ്റേജിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും തളർച്ചയോ കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുത്ത് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ഓരോന്നും കഴിഞ്ഞ് ഉടനെ മറ്റു വർക്കൗട്ടിലേക്ക് കടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഓക്കെ. നിങ്ങൾ സമയമെടുത്ത് സാവകാശത്തിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പൊ അതിനുശേഷം നമ്മുടെ ഹിപ്പിൽ ഇതുപോലെ കൈകൾ വെച്ച് നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിലും ശ്രദ്ധയോടെ ഓക്കെ. ഇതുപോലൊരു 10 തവണ വലത് ഭാഗത്തേക്ക് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ വലത് ഭാഗത്തേക്ക് എത്ര തവണയാണോ ചെയ്തിട്ടുള്ളത് അത്രയും തവണ നമ്മുടെ ഇടത് ഭാഗത്തേക്കും. ഓക്കെ. അപ്പൊ ഇനി കാണിക്കുന്നത് നമ്മുടെ ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ വർക്കൗട്ട് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അവർ ഒരു കാരണവശാലും ഇനി കാണിക്കുന്ന നെക്സ്റ്റ് വർക്കൗട്ട് ഒരു കാരണവശാലും അവർ ചെയ്യേണ്ടതില്ല. ബാക്ക് പെയിൻ ഉള്ള ആളുകളോടാണ് പറയുന്നത്. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വർക്കൗട്ടുകൾ അതിന്റെ വീഡിയോ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ലിങ്കുകൾ അവർ അയച്ചു തരും. അപ്പൊ തീർച്ചയായിട്ടും ആ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ നമ്മുടെ ഡോക്ടർ കൂടെയുള്ള ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നല്ല റിസൾട്ടും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ ഉള്ളത് പോലെയുള്ള വർക്കൗട്ടുകളാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ
ഇതുപോലെയുള്ള വർക്കൗട്ടുകൾ മാക്സിമം ബാക്ക് പെയിൻ ഉള്ള ആളുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതുപോലെ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വയറുള്ള ആളുകളാണെങ്കിൽ, നല്ല ശരീരഭാരമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചെറിയ പ്രയാസം ഉണ്ടാകും. അപ്പൊ അവർക്ക് ഞാൻ കാണിക്കുന്ന അത്രയും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കൈയിന്റെ ഈ ഫ്രണ്ട് കൈയിന്റെ ഈ ഒരു ഏരിയ നമ്മുടെ ഫ്ലോറിൽ ടച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷേ അത്ര കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ആ ഒരു ആക്ഷനിൽ നമ്മൾ ഇതുപോലെ ആക്ഷൻ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് എത്രയാണോ ചെയ്യാൻ കഴിഞ്ഞത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് അതിന്റെ അടുത്ത ദിവസം ചെയ്യാൻ കഴിയും. അതിന്റെ നെക്സ്റ്റ് ഡേ വന്ന് നമുക്ക് അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മുടെ ഈ കൈയിന്റെ ഫ്രണ്ട് ഏരിയ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നത് വരെ നമ്മുടെ മുട്ട് വളയാതെ, മുട്ടുകാല് വളയരുത്, അത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് നമ്മുടെ കൈയിന്റെ ഈ വെള്ള ഭാഗം നമ്മുടെ ഫ്ലോറിൽ ടച്ച് ചെയ്യിക്കുക. ഓക്കെ, ഇതുപോലെ ടച്ച് ചെയ്ത് ബാക്ക് സൈഡിലേക്കും നമ്മൾ വളയും. ഓക്കെ, വീണ്ടും നമ്മൾ നിങ്ങൾക്ക് എത്രയാണോ ഇത് മുൻഭാഗത്തേക്ക് ചെയ്യാൻ കഴിയുന്നത് അവിടെ വന്ന് നമ്മൾ ചെറിയ രീതിയിൽ ആക്ഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഓരോ ദിവസവും മുൻഭാഗത്തേക്കുള്ള ഈ ഒരു വളച്ചിലിന്റെ തോത് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയും. അതിന്റെ പൂർണ്ണമായ തോതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കൈ പൂർണ്ണമായിട്ട് ഫ്ലോറിൽ വെക്കുക, മുട്ട് മടങ്ങാതെ. ഓക്കെ, അപ്പൊ 1, 2, 3 ദിവസം കൊണ്ട് ഒരു പക്ഷേ കൊള്ളണം എന്നില്ല. പക്ഷെ ദിവസങ്ങൾ കൂടുതൽ ചെയ്യും തോറും നമുക്കത് ഈസി ആയിട്ട് കൊണ്ടുവരാൻ കഴിയും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഇതൊരു 5, 6 അല്ലെങ്കിൽ 10 തവണ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും കമ്പൽസറി അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ മാക്സിമം ചെയ്താൽ മതി. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ മുട്ടിൽ ഇതുപോലെ കൈകൾ വെച്ച്, ഓക്കെ, 2, 3, 4, 5, 6, 7 ഇതുപോലെ ഒരു 15 തവണ വലത് ഭാഗത്തേക്കും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും, നമ്മൾ വലത് ഭാഗത്തേക്ക് എത്രയാണോ ചെയ്തത് അതേ തവണ നമ്മൾ ഇടത് ഭാഗത്തേക്ക്. ഓക്കെ, ഇതുപോലെ വലത് ഭാഗത്തേക്ക് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡ്. മുട്ട് പെയിൻ ഉള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ സാവകാശം നല്ലവണ്ണം ശ്രദ്ധിച്ച്, വലിയ രീതിയിലുള്ള പെയിനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വളരെ കുറഞ്ഞ എണ്ണം തുടക്കത്തിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ സൗണ്ടുകളൊക്കെ മുട്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. പല ആളുകളും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത പല ആളുകളും അവരുടെ മുട്ടുവേദനയൊക്കെ പൂർണ്ണമായ രീതിയിൽ മാറിയിട്ടുള്ള അവസ്ഥ പറയുന്നുണ്ട്. ഓക്കെ, മുട്ടുവേദനയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിനോട് ആ കാര്യം പ്രത്യേകം ഓർമ്മയിൽപ്പെടുത്തുക. അപ്പൊ എന്തെങ്കിലും മെഡിസിനുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് അത് അറിയിച്ചു തരും. എന്തെങ്കിലും വൈറ്റമിൻസിന്റെ മെഡിസിനുകളൊക്കെ വേണ്ടതുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ആ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്കൗട്ടും നമ്മുടെ മുട്ടുകാലിന് അതുപോലെ നമ്മുടെ ടൈസിന് ഈ ഭാഗത്തുള്ള കൊഴുപ്പുകളൊക്കെ നീക്കം ചെയ്യാൻ ഉപകരിക്കുന്ന നല്ല രീതിയിൽ റിസൾട്ട് ഉള്ള ഒരു വർക്കൗട്ട് തന്നെയാണ്. അപ്പൊ ഇതാ നമ്മുടെ വലത് കാല് ഫ്രണ്ടിൽ വെച്ച്, ഇടത് കാല് ഇതുപോലെ പുറകിൽ വെച്ച്, നമ്മുടെ ഹെഡിന് പുറകിൽ ഇതുപോലെ കൈ വെച്ച്. ഓക്കെ, 1, 2, 3. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് ആദ്യ തവണ ചെയ്യുന്നവരാണെങ്കിൽ 3 തവണയോ 4 തവണയോ ഒക്കെ ചെയ്യുമ്പോഴേക്ക് വല്ലാണ്ട് ഇനി ഒന്നുകൂടെ ചെയ്യാനുള്ള ആവതില്ല അല്ലെങ്കിൽ കഴിയില്ല എന്നുള്ള തോന്നൽ വന്നേക്കാം. അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഡേ അതിനടുത്ത ദിവസം നമുക്ക് തലേന്ന് 3 എണ്ണമാണ് ചെയ്തതെങ്കിൽ അതിനടുത്ത ദിവസം നമുക്ക് തീർച്ചയായിട്ടും 4 എണ്ണോ അല്ലെങ്കിൽ 5 എണ്ണോ ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള കൗണ്ടുകൾ കൂട്ടി വന്ന് തീർച്ചയായിട്ടും നമ്മൾ ഓരോ ദിവസവും ഒരു 15 അല്ലെങ്കിൽ 20 തവണ ചെയ്യുന്ന രീതിയിലേക്ക്. ഓക്കെ, അങ്ങനെ ഒരു 20 തവണ ചെയ്തിട്ട് പിന്നീട് അതിന്റെ ഒരു 3 തവണ, അതായത് 3 റെപ്സ് ആയിട്ടൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അതിന് ആദ്യത്തെ ദിവസം കൊണ്ട് തന്നെ കഴിയുന്നതല്ല. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ദിവസങ്ങളോളം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തെ നമുക്ക് അങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇതുപോലെയാണ്. ഓക്കെ, നമ്മുടെ ലെഫ്റ്റ് ഫൂട്ട് മാക്സിമം ഫ്ലോറിൽ ടച്ച് ചെയ്യേണ്ടതില്ല.
ടച്ച് ചെയ്യുന്നത് വരെ. ഓക്കെ, ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കൗണ്ട് ഒരു 15 എണ്ണമൊക്കെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വലത് കാല് ബാക്കിൽ വെച്ച് ഇടത് കാല് ഫ്രണ്ടിൽ വെച്ച് ഇതുവരെ ചെയ്തതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, 4 5 6 7. ഓക്കെ, ഇതുപോലെ നമ്മൾ ആദ്യ തവണ എത്രയാണോ ചെയ്തത് അതുപോലെ രണ്ടാം തവണയും അതുപോലെ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് ചെയ്താൽ മതി. പിന്നീട് ഇതിപ്പോ നമ്മൾ 3 തവണകളായിട്ട് ചെയ്യാം. ഇപ്പോ വലതുകാല് വെച്ചിട്ട് നമ്മൾ 10 15 തവണ ചെയ്ത് അതുപോലെ ഇടതുകാലിനും ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ച് വീണ്ടും ഇതുപോലെ ചെയ്യുക. അങ്ങനെ ഒരു 3 തവണ വീതമൊക്കെ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ അരയുടെ ഹിപ്പിന് താഴേക്കുള്ള ഭാഗത്തുള്ള ഒരുവിധം കൊഴുപ്പുകളൊക്കെ നീക്കം ചെയ്യാനും നമ്മുടെ കാലുകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള മസിലുകൾ വരാനൊക്കെ ഈ വർക്കൗട്ട് നമുക്ക് ഉപകരിക്കും. അതിനുശേഷം ചെറിയ രീതിയിൽ നമ്മൾ കാല് ഇതുപോലെ വൈഡാക്കി വെച്ച് ഇത്രയും മതി. ഓക്കെ, കൈ ഫ്രണ്ടിലേക്ക് വെച്ച് സ്ക്വാട്ട് ചെയ്യുകയാണ്. ഇതും മുട്ടുവേദനയൊക്കെ നല്ലവണ്ണം ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് കഴിയുന്ന രീതിയിൽ ചെയ്താൽ മതി. 1 2 ഒക്കെ ചെയ്യുമ്പോഴേക്ക് വേദന നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നിർത്തുക. പിന്നീട് കഴിയുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്ത് സാവകാശം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് വേദനയും മാറിക്കിട്ടും, മറ്റു ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ മാറാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതുപോലെ ഓക്കെ. ഇത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നല്ലവണ്ണം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഇതുപോലെയുള്ള വെയിറ്റുകൾ ഡംബിൾസുകളൊക്കെ നമ്മൾ കയ്യിൽ വെച്ച് ഇതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അത് ഇന്നല്ല, വരും വർക്കൗട്ട് ക്ലാസ്സുകളിൽ നമ്മളത് കാണിച്ചു തരും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ തുടക്കക്കാരാണ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ ചെയ്തു പോയാൽ മതി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ. അപ്പൊ ഓക്കെയാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനുശേഷം നമ്മളിതാ കുറച്ചുകൂടെ കാല് വൈഡാക്കി വെച്ചതിന് ശേഷം നമ്മുടെ 2 കൈയും വലത് കാലിലേക്ക് ടച്ച് ചെയ്യുക. ഓക്കെ, അത് ഒരു പക്ഷേ എല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ എത്രയാണോ ചെയ്യാൻ കഴിയുന്നത് അത്ര ചെയ്യുക. ഓക്കെ, ഇത്ര വരെ വരാൻ കഴിയുന്നില്ലെങ്കിൽ അത്ര. കഴിയുന്ന ആളുകൾ അതിലേക്ക് ടച്ച് ചെയ്യിക്കുക, ഓപ്പോസിറ്റ് കാലിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുക, ഫ്രണ്ടിലേക്ക് മാക്സിമം എത്ര കഴിയുമോ അത്ര, ബാക്ക് സൈഡിലേക്ക്. ഈ വർക്കൗട്ടും ബാക്ക് പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഓക്കെ, ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴും പ്രത്യേകം പറയുകയാണ്, നമ്മുടേതായ രീതിയിലുള്ള റിലാക്സ് ഒക്കെ ചെയ്ത് റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം നെക്സ്റ്റ് വർക്കൗട്ടിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി കാണിക്കുന്നത് ഒരുപാട് ആളുകൾ വെരിക്കോസ് വെയിൻ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളിപ്പോ കാണിച്ച കാലിനുള്ള വർക്കൗട്ടുകളൊക്കെ വെരിക്കോസ് വെയിൻ ഉള്ളതും കൂടിയിട്ടാണ്. പക്ഷെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഈ കാണിക്കുന്ന കാഫ് മസിലിനുള്ള വർക്കൗട്ടാണ്. ഇത് വെരിക്കോസ് വെയിനും നല്ല റിസൾട്ട് ഉള്ള ഒരു വർക്കൗട്ട് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിച്ചോളൂ.
ഇതുപോലെ. ഓക്കെ, മാക്സിമം നമ്മൾ ഇങ്ങനെ ഉയർന്ന് ചെയ്തതിന് ശേഷം 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇത് നിങ്ങൾക്ക് എത്ര തവണ ചെയ്യാൻ കഴിയുന്നു അത്രയും നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ കാഫ് ഭാഗത്തുള്ള കൊഴുപ്പുകൾ നീക്കം ചെയ്യും. വെരിക്കോസ് വെയിനിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റാൻ കഴിയും. ഇവിടെയുള്ള രക്തയോട്ടങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആക്കാൻ കഴിയും. ഓക്കെ ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മളിപ്പോ ഇത്രയും നേരം കാണിച്ചു തന്ന വർക്കൗട്ടുകളൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല ഞാൻ ഓൾറെഡി ജിമ്മിൽ പോയപ്പോ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ് മാം. അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാ ദിവസവും ചെയ്യേണ്ടുന്ന വാമപ്പുകളാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പാർട്സിന് വേണ്ടിയിട്ടുള്ള മാത്രം വർക്കൗട്ടുകളല്ല. എല്ലാ ദിവസവും നമ്മുടെ തലഭാഗം മുതൽ താഴ്ഭാഗം വരെയുള്ള ശരീരങ്ങൾ ഓരോ പാർട്സിനെയും നമ്മളൊന്ന് വാമപ്പ് ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ചും കൂടെ വാമപ്പ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ഈ കാണിക്കുന്ന വർക്കൗട്ടുകളൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു ഇച്ചിരി സമയം കണ്ടെത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോ ഇനി ജമ്പിങ് ജാക്സ് പോലെയുള്ള 1-2 വർക്കൗട്ടുകളോട് കാണിച്ചു തരാം. എങ്ങനെയാണ്? ഏത് സമയം ചെയ്താലും കുഴപ്പമില്ല, ഏത് ടൈമിലായാലും. ഇല്ലല്ല, ഏത് സമയം ചെയ്യാം. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യാം. ചില ആളുകൾ 2 തവണയൊക്കെ ചെയ്യട്ടെ എന്ന് ചോദിക്കാറുണ്ട്. നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ ദിവസത്തിൽ ഒരു തവണ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഓരോ വർക്കൗട്ടുകൾ ചെയ്യുമ്പോഴും ഒരു 24 മണിക്കൂർ നമ്മുടെ ആ ഒരു പാർട്സിന് റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ 2 സമയം ചെയ്യുക എന്നുള്ളതിന് ഉപരി ഒരു സമയം നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. എത്ര സമയം ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇനി കാണിക്കുന്നത് നല്ല രീതിയിൽ വയറും തടിയും നമുക്ക് ചാടി ജമ്പ് ചെയ്ത് വർക്കൗട്ടുകൾ ചെയ്യാൻ പ്രയാസമുള്ള ആരെങ്കിലും ആണ് എങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യമുള്ള വർക്കൗട്ട് കാണിച്ചു തരുന്നത്. ജമ്പിങ് ജാക്സിന് പകരമായിട്ടാണ്. അപ്പൊ അവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്കുള്ള കാലിത ഇതുപോലെ വൈഡാക്കുക. ഓക്കെ, മേലില് നമ്മുടെ കൈ ഇതുപോലെ മുകളിൽ ക്ലാപ്പ് ചെയ്യിക്കണം. ഓക്കെ, നമ്മുടെ കാല് വൈഡാക്കുന്നതിനോട് കൂടെ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മള് വലത് ഇത് പ്രത്യേകം പറയുകയാണ്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. നല്ലവണ്ണം വയറും അതുപോലെ ജമ്പ് ചെയ്ത് വർക്കൗട്ടുകൾ ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ കാണിച്ചു തരുന്നത്. അല്ലാത്തവർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇതുപോലെ വലത് ഭാഗത്തേക്ക് കാല് വെക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ദിവസങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജമ്പിങ് ജാക്സ് പോലെയുള്ള വർക്കൗട്ടിലേക്ക് കടക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ വലത് കാല് ചെയ്തതിന് ശേഷം ഇടത് കാല് ഇതുപോലെ ചെയ്യാം. ഓക്കെ, വ്യക്തമായിട്ട് വിശ്വസിക്കുകയാണ്. ഇനി നോർമൽ ആയിട്ട് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ നമ്മള് സാധാരണ അത്യാവശ്യ രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ചാടാനൊക്കെ കഴിയും. അങ്ങനെയുള്ള ആളുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തുടങ്ങേണ്ടത് ഇതുപോലെയാണ്. ഇവിടെ ചെറിയ രീതിയിൽ ഹോൾഡ് ചെയ്ത്. ഓക്കെ, ഓക്കെ,
ഓക്കെ, ഇങ്ങനെ സാവകാശം ചെയ്ത് ഒരു 5-6 ദിവസങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിന്റെ യഥാർത്ഥ വേർഷൻ ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ജമ്പിങ് ജാക്സിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. അത് ഇതുപോലെയാണ്, നോൺ സ്റ്റോപ്പ് ആയിട്ട്. ഓക്കെ, ഇത് ക്രമേണ നമുക്ക് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു 8 ദിവസം കൊണ്ടൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ ജമ്പിങ് ജാക്സ് പോലെയുള്ള വർക്കൗട്ടുകൾ കൗണ്ട് ബേസ് ചെയ്തിട്ടല്ല, നമ്മൾ സമയമാണ് നിശ്ചയിക്കുന്നത്. ഒരു 2 മിനിറ്റ്സോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യാതെ ചെയ്യാൻ ശ്രമിക്കണം. അത് തുടക്കത്തിൽ തന്നെ നമുക്ക് അതുപോലെ ചെയ്യാൻ കഴിയണം എന്നില്ല. കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയും. വ്യക്തമായിട്ടുണ്ടല്ലോ? സർ പിക്ചർ കാണുന്നില്ല സർ. വീഡിയോ ആണോ ഉദ്ദേശിച്ചത്? കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ? കാണുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. മാമിന്റെ അവിടുത്തെ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും മാമിന്റെ അവിടുത്തെ ഇഷ്യൂ ആണ്, ഇവിടുത്തെ ഇഷ്യൂ അല്ല. മാം പേടിക്കേണ്ടതില്ല. നമ്മുടെ ക്ലാസിന്റെ ലിങ്ക് യൂട്യൂബിലുണ്ട്. ആ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് വീണ്ടും കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ എന്തുവാ? വീഡിയോ ക്ലിയർ ആയിട്ട് കാണാം, പക്ഷെ പേടിക്കേണ്ടതില്ല മാം. നമ്മുടെ ക്ലാസ് ഇതിന്റെ ലിങ്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ ക്ലാസ് ലൈവ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ ഇത് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വർക്കൗട്ട് കൂടെ കാണിച്ചു തരാം. ഇനി കാണിക്കുന്നത് ഫസ്റ്റ് നമ്മുടെ ശരീരഭാരം കൊണ്ട് അല്ലെങ്കിൽ വയറ് കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, തുടക്കക്കാരാണ്. നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി കൊണ്ടുവരാൻ കഴിയും, മാറ്റിയെടുക്കണം നമ്മൾ. തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനൊക്കെ സാധിക്കട്ടെ. അപ്പം തുടക്കത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർ ഇനി കാണിക്കുന്ന വർക്കൗട്ട് അവർക്ക് വേണ്ടിയിട്ടാണ്. വല്ല പ്രയാസമുള്ള ആളുകളാണെങ്കിൽ അവർ മാത്രം നമ്മുടെ ഹിപ്പിന് സ്ട്രൈറ്റ് ആയിട്ട് കൈ ഇതുപോലെ വെച്ച്, ഓക്കെ, നമ്മുടെ മുട്ടുകാല് നമ്മുടെ കയ്യിൽ ഇതുപോലെ ടച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഓക്കെ. ഇനി കാണിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ ജമ്പ് ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതുപോലെയാണ്. നല്ല രീതിയിൽ കൈ പൊക്കേണ്ടതില്ല, മാക്സിമം ലോവർ ആയിട്ട് തന്നെ നമ്മുടെ കൈകളൊക്കെ വെച്ച് ഇതുപോലെ. ഓക്കെ, ഇതും നമ്മൾ കൗണ്ട് ബേസ് ചെയ്തിട്ടല്ല, സമയമാണ് നമ്മൾക്ക് ഇതിന് പ്രധാനമായിട്ട് നിർണ്ണയിക്കുന്നത്. 1 മിനിറ്റോ, ആദ്യത്തെ ദിവസം 1 മിനിറ്റ് ആണെങ്കിൽ അതിനടുത്ത ദിവസം 2 മിനിറ്റ്, അങ്ങനെ ഒരു 5 മിനിറ്റ് ഒക്കെ സ്ഥിരമായിട്ട് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന സ്റ്റാമിനയിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ വർക്കൗട്ടുകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ കഴിയും. ഓക്കെ, മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വാക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഈ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് വാക്കിംഗ് ഒന്നും ഒഴിവാക്കേണ്ടതില്ല. വാക്കിംഗ് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് തന്നെയാണ്. വർക്കൗട്ട് എന്ന് പറയാൻ പറ്റില്ല വാക്കിംഗ്, പക്ഷേ വാക്കിങ്ങിലൂടെ നമുക്ക് ശരീരത്തിലുള്ള ഫാറ്റുകളൊക്കെ ബേൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരുപാട് രാവിലെയൊക്കെയുള്ള നടത്തത്തിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ടിന് നമ്മൾ വേറെ സമയം കണ്ടെത്തുക, വാക്കിംഗ് അത് ഒഴിവാക്കേണ്ടതില്ല. ഓക്കെ അല്ലേ? സാറ് ജമ്പിങ് ജാക്സും അതുപോലെ പിന്നെ പറഞ്ഞ എക്സസൈസും ബാക്ക് പെയിൻ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ?
ജമ്പിങ് ജാക്സും ഇതുപോലുള്ള വർക്കൗട്ടൊക്കെ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് ചെയ്യാം. ഞാൻ നമ്മുടെ മുന്നിലേക്കും പുറകിലേക്കും നിവർന്ന് മടങ്ങി ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ടുകളാണ് ബാക്ക് പെയിൻ ഉള്ള ആളുകൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിനുള്ള വർക്കൗട്ടിന്റെ ലിങ്കുകൾ, അതിന്റെ വീഡിയോ ലിങ്കുകൾ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. ഓക്കെ, ഈ നമ്മൾ ഇവിടെയും ട്രെഡ്മില്ലാണ് കാണിച്ചിട്ടുണ്ട്. സർ ഞാൻ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്, അവിടെ വാമപ്പും ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ എക്സസൈസ് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, ഇല്ല, നിങ്ങൾ സ്വിമ്മിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ കാണിച്ച ഒരു വർക്കൗട്ടിന്റെയും ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ പാർട്സുകളും ഒരുപോലെ ചലിക്കുന്ന ഒരു വർക്കൗട്ട് അല്ലേ അത്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് കുറഞ്ഞ രീതിയിലുള്ള വാമപ്പുകൾ ക്ലാസ്സുകളിലൊക്കെ ഓരോ അതുപോലെ നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ളത്, കാലിന് വേണ്ടിയിട്ടുള്ളത്, ഇതൊക്കെ മുന്നിലുള്ള ക്ലാസ്സുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ സ്ത്രീയുള്ള ആളുകളാണെങ്കിൽ അതിന്റെ ലിങ്കുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാസ്റ്റിഫറോ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വീണ്ടും എലിസബത്ത് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പം മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്കുകളൊക്കെ നമ്മുടെ ഡയറ്റ് ട്രെയിനേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. അപ്പോൾ സമയമുള്ള ആളുകളൊക്കെ ആ ലിങ്കുകളൊക്കെ ടച്ച് ചെയ്ത് അതിലുള്ള വർക്കൗട്ടുകളൊക്കെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരമുള്ള, ഓരോ ആളുകൾക്കും, ചില ആളുകൾക്ക് ബെല്ലി ഫാറ്റ് ആണ് കുറയേണ്ടത്, ചില ആളുകൾക്ക് നമ്മുടെ കാൽഭാഗത്തുള്ള തൊടഭാഗത്തുള്ള കൊഴുപ്പുകളാണ് കുറയേണ്ടത്, ചില ആളുകൾക്ക് കൈഭാഗത്താണുള്ളത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ ഓരോ ക്ലാസ്സിലും നമ്മൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വർക്കൗട്ടുകൾ അതിലുണ്ടായേക്കാം. അപ്പോൾ സമയമുള്ള ആളുകളൊക്കെ അത് കാണാൻ ശ്രമിക്കുക. വരും ക്ലാസ്സുകളിൽ നമ്മൾ അതൊക്കെ കാണിച്ചു തരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ തടിയൊക്കെ കുറഞ്ഞ് ആരോഗ്യത്തോടെയുള്ള തടി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഓക്കെ, ഗുഡ് ഈവനിങ്. ഹലോ, താങ്ക് യു സർ. താങ്ക് യു സർ.